കോപത്തിൻ്റെ ജ്വാല അതിനെ പിടിക്കുന്നവനെ തന്നെ ദഹിപ്പിക്കുന്നു. ക്ഷമയുടെ ജലം കൊണ്ട് അത് കെടുത്തിക്കളയുക. നിങ്ങൾക്ക് ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടും. ഏറ്റവും വലിയ സമ്പത്ത് കുറഞ്ഞതുകൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കാൻ സാധിക്കലാണ്. കാരണം ആഗ്രഹങ്ങൾ ബന്ധനങ്ങൾ സൃഷ്ടിക്കുന്നു. ലാളിത്യം ആത്മാവിന് സ്വാതന്ത്ര്യം നൽകുന്നു. മരം അതിനെ മുറിക്കുന്നവന് പോലും തണലും ഫലവും നൽകുന്നു. അതുപോലെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള ദയ അഭ്യസിക്കുക. അത് ഏറ്റവും ഉയർന്ന ധർമ്മമാണ്. ജീവിതം ഒരു നദി പോലെയാണ്. അത് മുന്നോട്ട് ഒഴുകുന്നു. ഒരിക്കലും പിന്നോട്ട് തിരിയരുത്. മാറ്റത്തെ സ്വീകരിക്കുക. കാരണം അതിനെ ചെറുക്കുന്നത് കഷ്ടതകളിലേക്ക് നയിക്കുന്നു. യഥാർത്ഥ ജ്ഞാനം കണ്ടെത്തുന്നത് പുസ്തകങ്ങളിലോ അധ്യാപകരിലോ അല്ല, മറിച്ച് മനസ്സ് നിശ്ചലമാക്കി ഹൃദയം തുറക്കുന്ന ശാന്തമായ ചിന്തയുടെ നിമിഷങ്ങളിലാണ്. വിദ്വേഷം ചൂടുള്ള കനൽ പോലെയാണ്. അത് പിടിക്കുന്നവനെ തന്നെ ചുട്ടുകളയുന്നു. കോപം ഒഴിവാക്കുക. ഉള്ളിൽ സമാധാനം പൂക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും. ചുറ്റുമുള്ള ചെളി നിറഞ്ഞ വെള്ളത്തെ വകവെക്കാതെ താമരപ്പൂ മനോഹരമായി വിരിയുന്നത് പോലെ ലോകത്തിൻ്റെ നിഷേധാത്മകതയ്ക്ക് മുന്നിൽ ഉയർന്ന് നിങ്ങളുടെ ബോധത്തിൽ ഉറച്ചു നിൽക്കുക. വാക്കുകൾക്ക് സുഖപ്പെടുത്താനോ നശിപ്പിക്കാനോ ഉള്ള ശക്തിയുണ്ട്. മറ്റുള്ളവർക്ക് പ്രകാശവും സന്തോഷവും നൽകുന്ന വാക്കുകൾ മാത്രം പറയുക. കാരണം അവ നിത്യതയിൽ പ്രതിധ്വനിക്കുന്നു. ലോകത്തിൻ്റെ ക്ഷണികമായ ആനന്ദങ്ങളിലല്ല, ആഗ്രഹങ്ങളില്ലാത്ത മനസ്സിൻ്റെ ശാന്തമായ സംതൃപ്തിയിലാണ് സന്തോഷം കണ്ടെത്തേണ്ടത്. പ്രബുദ്ധതയിലേക്കുള്ള പാത അകലങ്ങളിലുള്ള ഒരൊറ്റ സ്ഥാനമല്ല, മറിച്ച് നിങ്ങൾ എല്ലാ ദിവസവും എടുക്കുന്ന ചെറിയ ശ്രദ്ധാപൂർവമായ ചുവടുകളാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നിങ്ങൾ ആദ്യം സ്വയം മനസ്സിലാക്കണം. കാരണം സ്വയം അറിയുന്ന ഹൃദയമാണ് മറ്റുള്ളവരോട് അനുകമ്പ പ്രസരിപ്പിക്കുക. ജ്ഞാനിയായ ഒരു വ്യക്തി അപമാനങ്ങളോട് കോപത്തോടെ പ്രതികരിക്കുന്നില്ല. പകരം അവർ ദയയില്ലാത്ത വാക്കുകൾ കാറ്റിനെ പോലെ കടന്നു പോകാൻ അനുവദിക്കുന്നു, ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ. വിവേചനമില്ലാതെ എല്ലാവരിലേക്കും സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ നിങ്ങളുടെ സ്നേഹവും അനുകമ്പയും എല്ലാവർക്കും സൗജന്യമായി നൽകാൻ പഠിക്കുക. മനസ്സ് ശാന്തവും ഏകാഗ്രവുമാകുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളികൾ പോലും ചെറുതായി കാണപ്പെടും. ശാന്തത പരിശീലിക്കുക, വ്യക്തത കൈവരും. ലോകത്തിൻ്റെ മിഥ്യാധാരണകളിൽ കുടുങ്ങിപ്പോകരുത്. കാര്യങ്ങളുടെ യാഥാർത്ഥ്യം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അന്തർലീനമായ സമാധാനം വെളിപ്പെടും. ഓരോ പ്രവൃത്തിയും, ഏറ്റവും ചെറുതുപോലും, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വഹിക്കുന്നു. നന്മയുടെ വിത്ത് വിതക്കുക. നിങ്ങൾക്ക് സുസ്ഥിതിയുടെ ജീവിതം കൊയ്തെടുക്കാം. ആഹ്ലാദത്തിൻ്റെയായാലും നിഷേധത്തിൻ്റെയായാലും അങ്ങേയറ്റം ഒഴിവാക്കി മധ്യപാതയിൽ നടക്കുന്നവൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നു. ക്ഷമിക്കുക എന്നത് സ്വയം സ്വതന്ത്രമാക്കുക എന്നതാണ്. കാരണം വിദ്വേഷം മുറുകെ പിടിക്കുന്നത് സ്വയം വിഷം കുടിച്ച് മറ്റൊരാളുടെ മരണം പ്രതീക്ഷിക്കുന്നത് പോലെയാണ്. യഥാർത്ഥ ശക്തി സൗമ്യതയിലാണ്. കാരണം സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുന്നവൻ രാജ്യങ്ങൾ കീഴടക്കുന്നവനേക്കാൾ ശക്തനാണ്. സന്തോഷം പിന്തുടർന്ന് എത്തിച്ചേരേണ്ട ഒരിടമല്ല, മറിച്ച് മനസാന്നിധ്യവും കൃതജ്ഞതയും ഉപയോഗിച്ച് വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. ലോകം ഒരു കണ്ണാടിയാണ്. മറ്റുള്ളവരിൽ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ളതിനെ പ്രതിഫലിക്കുന്നു. ലോകത്ത് നന്മ കാണണമെങ്കിൽ സ്വന്തം ഹൃദയത്തിൽ നന്മ വളർത്തുക. ഒരു തുള്ളി ജലം സമുദ്രത്തിൽ ചേരുന്നത് പോലെ നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം അനന്തതയുടെ ഭാഗമാണ്.
സ്വാർത്ഥത ഉപേക്ഷിച്ച് പ്രപഞ്ചത്തിൻ്റെ വിശാലതയിൽ ലയിക്കുക. ആസക്തിയിൽ നിന്നും അജ്ഞതയിൽ നിന്നും ഭയമുണ്ടാകുന്നു. എല്ലാത്തിൻ്റെയും നശ്വരത മനസ്സിലാക്കുമ്പോൾ ഭയം അലിഞ്ഞു പോകുന്നു. മറ്റുള്ളവരെ സേവിക്കുന്നതിനായി ചിലവഴിക്കുന്ന ജീവിതം നല്ല ജീവിതമാണ്. കൊടുക്കുന്നതിലെ സന്തോഷം സ്വീകരിക്കുന്നതിൻ്റെ ആനന്ദത്തെ മറികടക്കുന്നു. സന്തോഷമെന്നത് എത്തിച്ചേരാനുള്ള ഒരു ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് യാത്രയുടെ ഓരോ നിമിഷത്തിലും പരിപോഷിക്കപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. നിശബ്ദത വലിയ ശക്തിയുടെ ഉറവിടമാണ്. വാക്കുകൾ പരാജയപ്പെടുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളും സംഭാവനകളും ഏത് ശബ്ദത്തെക്കാളും ഉച്ചത്തിൽ സംസാരിക്കട്ടെ. സ്വന്തം ചിന്തകളിലും പ്രവൃത്തികളിലും ശ്രദ്ധ പുലർത്തുന്ന ഒരു വ്യക്തി ഒരു വഴിവിളക്ക് പോലെ തിളങ്ങുന്നവരാണ്. മറ്റുള്ളവരെ സമാധാനത്തിലേക്കും വിവേകത്തിലേക്കും നയിക്കുന്നു. പ്രഭാതത്തിലെ മഞ്ഞുതുള്ളി ഭൂമിക്ക് നവോന്മേഷം പകരുന്നതുപോലെ ദയയുള്ള ഹൃദയത്തിനും സൗമ്യമായ വാക്കുകൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കാൻ കഴിയും. ജ്ഞാനത്തിൻ്റെ വേരുകൾ വിനയത്താൽ നനയ്ക്കപ്പെടുന്നു. തങ്ങൾക്ക് അറിയാവുന്നത് എത്ര കുറവാണെന്ന് അറിയുന്ന മനുഷ്യൻ അനന്തമായ പഠനത്തിനായി തുറക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ അലകളെ നിയന്ത്രിക്കാൻ കഴിയില്ല, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർഗം തിരഞ്ഞെടുക്കാൻ പഠിക്കാം. പൊരുത്തപ്പെടുത്തലും അംഗീകരിക്കലും പ്രതിരോധശേഷിയുടെ താക്കോലാണ്. അത്യാഗ്രഹം മനസ്സിനെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്യുന്നു. ഔദാര്യവും അനുകമ്പയും നിങ്ങളെ നയിക്കട്ടെ. നിങ്ങൾ ലോകത്തെ കൂടുതൽ വ്യക്തമായി കാണും. 1000 കാതങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് ഒരു മനസ്സോടെയുള്ള ഒറ്റ ചുവടുവെപ്പിലൂടെയാണ്. അവബോധത്തോടെ നടക്കുക. ഓരോ ചുവടും ലക്ഷ്യസ്ഥാനമായി മാറുന്നു. ചന്ദ്രനെ പോലെയാവുക. അത് പ്രകാശത്തെക്കുറിച്ച് അഭിമാനിക്കാതെ നിശബ്ദമായി പ്രകാശിക്കുകയും ഇരുട്ടിലൂടെ യാത്രക്കാരെ നയിക്കുകയും ചെയ്യുന്നു. ഭൂതകാലം ഒരു ഓർമ്മയാണ്, ഭാവി ഒരു സ്വപ്നമാണ്, എന്നാൽ വർത്തമാനം ഒരു സമ്മാനമാണ്. പൂർണ്ണ ഹൃദയത്തോടെയും മനസ്സോടെയും അതിനെ വിലമതിക്കുക. ജലത്താൽ തീ കെടുന്നതുപോലെ സ്നേഹത്താൽ വിദ്വേഷം കെട്ടുപോകുന്നു. ലോകത്തെ സുഖപ്പെടുത്തുകയും പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന ശക്തി സ്നേഹമാകട്ടെ.